ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളോട് ഒരുമിച്ച് എബനേസർ മലയാളം ഫെലോഷിപ്പ് ചർച്ച് സിംഗപ്പൂർ ഈ കർത്തൃ സഭയോട് ദൈവസഭയോട് ചേർന്ന് ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം അടിയന്റെ ജീവിതത്തിലും ഒരു ഭാഗ്യം കർത്താവ് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒത്തിരി ദൈവമക്കളെ ഞാൻ ഡിവൈസിൽ കാണുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അനേക ബദ്ധപ്പാടുകളുടെ മധ്യത്തിലും അനേക പ്രതിസന്ധികളുടെ മധ്യത്തിലും തിരക്കേറിയ അനുഭവത്തിലും ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഓടി അണയുവാൻ ദൈവമക്കൾ കാണിക്കുന്ന നല്ല മനസ്സ്, ഹല്ലേലൂയ സ്തോത്രം, അത് തന്നെ വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ, കർത്താവ് തന്നെ അതിൽ സന്തോഷിക്കുന്നു. ഈ പകൽക്കാലം നിങ്ങളോടൊപ്പം ഹല്ലേലൂയ സ്തോത്രം ആയിരിക്കാൻ ദൈവം എന്നെയും സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഫേബ സിസ്റ്ററെ ഓർത്ത്, കർത്തൃദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മീറ്റിംഗ് നടത്തുവാൻ കർത്തൃദാസിയെ സഹായിക്കുന്നല്ലോ. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസിനെ ഓർക്കുന്നു. തലമുറകളെ, കുടുംബങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രിയ ലിസിക്കുട്ടി ആന്റിയാണ്. ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു. അതേ കേരള സ്റ്റേറ്റിന്റെ ലേഡീസ് മിനിസ്ട്രിയുടെ ബോർഡ് മെമ്പേഴ്സിലെ പ്രയർ കോർഡിനേറ്റർ ആണ് പ്രിയ ലിസിക്കുട്ടി ആന്റി. ഹല്ലേലൂയ, വളരെ തിരക്കേറിയ ശുശ്രൂഷകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കും ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. പ്രിയ കർത്തൃദാസിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാന്നിധ്യം വളരെ സന്തോഷമാണ്. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ കൊയർ ലീഡ് ചെയ്ത കർത്തൃദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയുടെ ആത്മനിറവോടെ നല്ല ഗാനങ്ങളെ പാടി കർത്താവിനെ സ്തുതിപ്പാൻ പ്രിയ കർത്തൃദാസിയെ കർത്താവ് സഹായിച്ചുള്ള പ്രിയ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതേ ഈ സൂമിൽ ആയിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാര്, സഹോദരന്മാര്, അതുപോലെ കുഞ്ഞുങ്ങള്, സഹോദരിമാര്, ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പേര് പ്രിയ കർത്തൃദാസി ഓർപ്പിച്ചതുപോലെ ഹെൽന റിജി എന്നാണ്. ഞാൻ കേരള സ്റ്റേറ്റിലെ ഓവർസിയറായിരിക്കുന്ന പാസ്റ്റർ വൈ റിജി കർത്തൃദാസിന്റെ സഹധർമ്മിണിയാണ്. സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ഓവർസിയറുടെ സഹധർമ്മിണിമാരാണ് കേരള സ്റ്റേറ്റിന്റെ ലേഡീസ് മിനിസ്റ്ററുടെ പ്രസിഡന്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാനിപ്പോൾ ആ ഒരു കർത്താവ് തന്ന നിയോഗപ്രകാരം കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഒത്തിരി ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, ഹല്ലേലൂയ സ്തോത്രം, പ്രാരംഭത്തിൽ തന്നെ ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും അടിയനെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ശുശ്രൂഷകളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, ഹല്ലേലൂയ സ്തോത്രം ഓർത്ത് പ്രാർത്ഥിക്കുക. അനേക ദൈവദാസന്മാര് ഓടി ഓടി അവസാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരാതെ വണ്ണം അന്ത്യത്തോളം കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് നിത്യജീവൻ പ്രാപിപ്പാൻ, ഹല്ലേലൂയ, പ്രതിഫലം പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെയും സഹായിക്കേണ്ടതിനായിട്ട് എവരുടെയും പ്രാർത്ഥന പ്രാരംഭത്തിൽ ഞാൻ ചോദിക്കുന്നു. സമയം മുൻപോട്ട് പോകുന്നല്ലോ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ സമയത്തെ വേർതിരിക്കുന്നു. കർത്താവ് എനിക്ക് തന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവ്, അതേ ഹല്ലേലൂയ സ്തോത്രം, പ്രാർത്ഥിച്ച സമയം എനിക്ക് ഹല്ലേലൂയ എന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ പ്രകാശിപ്പിച്ചു തന്ന ചില ആലോചനകൾ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്ത് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയോടെ ഏകാഗ്രമായി ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. വചനം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. ഹല്ലേലൂയ, അത് പരിശുദ്ധാത്മാവിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തരണം. പരിശുദ്ധാത്മാവാകുന്ന നല്ല കാര്യസ്ഥൻ, ഹല്ലേലൂയ, നല്ല അധ്യാപകൻ നമ്മോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ, അതേ വചനം ആര് പറയുന്നു എന്നുള്ളതല്ല, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് നമ്മോട് എന്തറിയിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അതിനാധാരമായിട്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഒന്ന്, സങ്കീർത്തന പുസ്തകം അതിന്റെ 54-ാമത്തെ അധ്യായം, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നു. സങ്കീർത്തനം 54:4. ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. മറ്റൊരു വാക്യം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി വായിക്കുന്നു. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും
ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അല്പസമയം ഒന്ന് കണ്ണുകളെ അടക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നാം ദൈവത്തെ പാടി സ്തുതിച്ചു, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ചില അതേ സമയങ്ങളായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ തന്നെ നാം ആയിരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ വചനവുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ വചനമാണ് നമ്മെ പണിയുന്നത്, വചനമാണ് നമ്മെ സഹായിക്കുന്നത്, വചനമാണ് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്, വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രാകിയാൽ ദൈവത്തിന്റെ വചനം അതേ ഐശ്വര്യമായി ഹല്ലേലൂയ പകൽക്കാലം നമ്മോട് സംസാരിക്കേണ്ടതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഒരുക്കി കൊടുക്കാം. ഹല്ലേലൂയ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയി തീരണം. ഹല്ലേലൂയ അതൊന്നും നശിച്ചു പോകരുത്. ഹല്ലേലൂയ അത് തക്ക സമയത്ത് ഫലം കായ്ക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ തക്ക സമയത്ത് അതിന് മുള വരണം. തക്ക സമയത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ മഴ ലഭിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അത് 100, 60, 30 മേനിയായി വിളയപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുറവുകളൊന്നും അതിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി തീരരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പകൽക്കാലം അല്പസമയം അങ്ങയുടെ വചനവുമായി അങ്ങയുടെ പാദപീഠത്തോട് ചേർന്ന് വന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് തന്ന ഈ 2 വചനഭാഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ഡിവൈസിലായിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും, കുഞ്ഞുകുട്ടി, ആബാല വൃദ്ധം എല്ലാവരെയും ഹല്ലേലൂയ സ്തോത്രം ഈ പകൽക്കാലം എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയൻ ഒന്നുമില്ല കർത്താവേ, അടിയൻ ഒരു യോഗ്യതയുമില്ല കർത്താവേ. മനുഷ്യന്റെ വാക്കുകൾ പലപ്പോഴും ഹല്ലേലൂയ ഞങ്ങളെ വേദനിപ്പിക്കും. എന്നാൽ എന്റെ കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദം, എന്റെ കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ ഹല്ലേലൂയ സ്തോത്രം ഈ പകൽക്ക് എന്റെ നാവിൽ കൂടെ കർത്താവ് അയക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതേ ആശയോടെ പ്രതീക്ഷയോടെ ഹല്ലേലൂയ സന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന തന്റെ ജനത്തോട് കർത്താവ് മനസ്സലിയണമേ. കർത്താവേ സ്തോത്രം. ആരെയും കർത്താവ് വെറും കൈയായി വിടലേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരെയും വെറും കൈയായി വിടലേ കർത്താവേ. അവരോട് സംസാരിച്ച് അവർക്ക് ആശ്വാസം കൊടുത്ത് അവർക്ക് ബലം കൊടുത്തേ പകൽക്കാലം അയക്കാവേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവിനെ ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യാൻ ദൈവവരങ്ങളെ കിളിവിളി സമർപ്പിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിപ്പിക്കണമേ കർത്താവേ. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, പല ദേശങ്ങളിൽ, പല സമയങ്ങളിലൊക്കെ ആയിരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ദൂരസ്ഥനായി സമീപസ്ഥനായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അടിയന്റെ നാവിന്റെ ബുദ്ധി അഭിഷേകം ചെയ്യണം. അടിയനെ സമർപ്പിക്കുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ വാക്യങ്ങളെ ഓർപ്പിക്കുന്നു. സങ്കീർത്തനം 54:10 പറയുന്നു ഹല്ലേലൂയ സ്തോത്രം. അതേ ദൈവം എന്റെ സഹായകനാകുന്നു. ആന്റി ഹെലനാന്റി, ഞാന് കൊട്ടാരക്കര സെന്ററിലെ ഓടനാവട്ടത്തെ പാസ്റ്റർ വൈഫാണേ. ഓക്കെ. അച്ഛൻ വിവരം അറിഞ്ഞ് ഞാൻ പ്രയർ റിക്വസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കാലിനൊരു പഴുപ്പ് ബാധിച്ചിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ അവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ കാണിക്കാം ഒന്ന് ജസ്റ്റ്. പ്രാർത്ഥിച്ചായിരുന്നല്ലേ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കാര്യം ആളെ. പ്രാർത്ഥിച്ചോളാം കേട്ടോ. ദൈവവചനം സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ ജീവൻ നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വചനം ഹല്ലേലൂയ അതേ ഹല്ലേലൂയ അതേ പ്രസംഗിക്കുന്ന സമയം, ശുശ്രൂഷിക്കുന്ന സമയം ദൈവത്തിന്റെ വചനം, അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം അതേ ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവദാസനെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം പ്രാപ്തമായതാണ്. വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ വചനചിന്തയിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്റെ സഹായകനാകുന്നു. ഹല്ലേലൂയ. അതേ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായവർക്ക് വേണ്ടി തന്നെത്താൽ ബലവാൻ എന്ന് വെളിപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. നാം പാടി ആരാധിച്ചു. പ്രിയ കർത്തദാസി ഓർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഹല്ലേലൂയ എന്താ പറയുന്ന ഒരു ശാക്തീകരണം, ഒരു ഐക്യതയൊക്കെ ഹല്ലേലൂയ ഞാൻ ഈ മീറ്റിംഗിൽ കാണുന്നുണ്ട്. പാട്ടുപാടി ആരാധിച്ചപ്പോൾ നാം പാടി ആരാധിച്ചത് ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് പാടി ആരാധിച്ചത്. ഓരോ ലൈനുകളും ഹല്ലേലൂയ സ്തോത്രം. അത് ദൈവം എങ്ങനെ നമ്മെ വഴി നടത്തുന്നു, ദൈവം എങ്ങനെ നമ്മെ സഹായിക്കുന്നു എന്ന് ഹല്ലേലൂയ വ്യക്തമായിട്ട് ആ പാട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സത്യം തന്നെയാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനം. ഹല്ലേലൂയ. ദൈവം എന്റെ സഹായകനാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് ഹല്ലേലൂയ സ്തോത്രം ശൗലിനെ ഭയന്ന് സീഫിയറുടെ അടുത്ത് ചെന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം അതേ ദാവീദ് അടുക്കെ ഒളിച്ചിരിക്കുന്ന സമയത്ത് പാടിയ സങ്കീർത്തനമാണ് 54-ാം സങ്കീർത്തനം. ദാവീദ് പറയുകയാണ്, എനിക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട്, ഞാൻ ഭയപ്പെട്ട് ഒളിച്ചു
ഓടുകയാണ്. എൻ്റെ പ്രാണൻ നേരെ പതിയിരിപ്പുകളുണ്ട്. എന്നാൽ ഹല്ലേലൂയ എന്നെ സഹായിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ നമ്മുടെ പ്രാണന്റെ നേരെ പതിയിരിപ്പുകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മെ തകർക്കാനായി പിശാച് നമ്മുടെ പുറകെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഞാൻ പിന്തുടരും, പിടിക്കും, ഹല്ലേലൂയ വാൾ ഊരും, ഹല്ലേലൂയ എൻ്റെ ആശ ഇവരാൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ കടന്നു വരുന്ന ഫറവോന്റെ സൈന്യങ്ങൾ ഉണ്ടാകാം. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ പ്രഭാതയാമത്തിങ്കൽ ഹല്ലേലൂയ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നും ഹല്ലേലൂയ ഫറവോന്റെ സൈന്യത്തെ നോക്കി ഹല്ലേലൂയ അതിന്റെ രഥചക്രങ്ങളുടെ ഓട്ടത്തെ താറുമാറാക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പ്രഭാതം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഒരു പകലിന്റെ പ്രഭാത മണിക്കൂറുകൾ, പ്രാരംഭ മണിക്കൂറുകളിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം ആശ്രയം വെക്കുമ്പോൾ, അതേ കർത്താവിന്റെ കൃപയിൽ നാം ആശ്രയിക്കുമ്പോൾ, അവന്റെ നാമം ബലമുള്ള ഗോപുരം ഹല്ലേലൂയ ബലമുള്ള ഗോപുരത്തിലേക്ക് നാം ഓടി അടുക്കുമ്പോൾ നമ്മെ പിന്തുടർന്ന ചില അന്ധകാര ശക്തികളെ ഈ പ്രഭാതത്തിൽ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അതേ കർത്താവ് ഒന്ന് നോക്കും. അഗ്നിജ്വാല കൊത്ത കണ്ണുകളുള്ള ദൈവം അതേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അതേ ആ ഫറവോന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ താളത്തെ ഓട്ടത്തെ തെറ്റിക്കുമാറാക്കി തന്റെ ജനത്തെ വിടുവിച്ച ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ ഈ പകൽക്കാലവും ദൈവസന്നിധിയിൽ ആശ്രയം വെച്ചിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ഇന്നും പ്രഭാതയാമത്തിൽ ഹല്ലേലൂയ പ്രഭാത മേഘങ്ങളിൽ നിന്നുകൊണ്ട് അഗ്നിമേഘത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നോക്കുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം നമ്മോട് കരുണ ചെയ്യുന്ന ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം ഗതിഭേദത്താലുള്ള ആച്ഛാദനം എന്റെ ദൈവത്തിനില്ല. ഹല്ലേലൂയ 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 ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു വ്യാപാര ശക്തി ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പ്രാരംഭ സമയത്ത് തന്നെ ഹല്ലേലൂയ പ്രാരംഭ സമയം മുതൽ തന്നെ ഹല്ലേലൂയ വ്യാപരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ വലിയൊരു ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് കർത്താവ് അയക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ അതെ ദൈവം സഹായകനായി വെളിപ്പെടുന്നത് ആർക്കാണെന്നറിയാമോ? ഹല്ലേലൂയ തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഞാനൊരു വാക്ക് കേട്ടു. അതാരാണ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിലുള്ള ആശ്രയം ഞങ്ങൾക്ക് ആരുമില്ല കർത്താവ്, അങ്ങ് മാത്രമേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ എന്ന് പറഞ്ഞ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഓടി അണയുന്ന തന്റെ മക്കളെ ഹല്ലേലൂയ തന്റെ മാറോട് ചേർത്ത് നിർത്തി തന്റെ തൂവലുകൾ കൊണ്ട് പൊതിഞ്ഞ് ഹല്ലേലൂയ തന്റെ ചിറകിന്റെ മറവിൽ അഭയം തന്ന് പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ അങ്ങനെ ദൈവസന്നിധിയിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ തന്നെത്താൻ ബലവാൻ എന്ന് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം ദൈവം ബലവാനാണെന്ന് ഹല്ലേലൂയ നമ്മോട് എതിർക്കുന്ന പൈശാചിക ശക്തികളോട് അതിന് കാരണമായി നിൽക്കുന്ന സാഹചര്യങ്ങളോട് മനുഷ്യരോട് ഹല്ലേലൂയ ദൈവം വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 66 അധ്യായങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് നാം വായിക്കുമ്പോൾ 40 മുതൽ അങ്ങോട്ടുള്ള അധ്യായങ്ങളിലേക്ക് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച്, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായത്തിൽ ഹല്ലേലൂയ ഒരു ഇടയനെ പോലെ നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. 41 അധ്യായത്തിൽ നല്ല യജമാനനെ പോലെ ഹല്ലേലൂയ സ്തോത്രം നമ്മെ വഴി നടത്തുന്ന, നമ്മെ കരുതുന്ന ഹല്ലേലൂയ നല്ല ദൈവത്തിന്റെ സ്നേഹവും പ്രവൃത്തിയും കരുതലും 41 അധ്യായത്തിൽ നമുക്ക് കാണാം. 42 അധ്യായം ഒന്ന് വായിച്ചു നോക്കിക്കേ. അതൊരു യോദ്ധാവിനെ പോലെ ഹല്ലേലൂയ ഒരു പരാക്രമശാലിയെ പോലെ തീഷ്ണതയുള്ള ദൈവമായി ഹല്ലേലൂയ അത് ഒരു പടയാളിയെ പോലെ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി ഉണർന്നു വരുന്ന ഒരു മഹാവീരനായിട്ട് ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി അതെ പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങൾ 42 അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ എന്നാൽ 43 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? രക്ഷകനായിട്ട് ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 43 അധ്യായം നമുക്കറിയാം. അതിന്റെ വാക്യങ്ങളൊക്കെ നമുക്ക് ഹൃദിസ്ഥമായ വാക്യങ്ങളാണ്.
ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നീ തീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതെ, നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ ഹല്ലേലൂയ നീ വെന്തു പോകയില്ല. ഹല്ലേലൂയ. അപ്പൊ തീയാകട്ടെ, വെള്ളമാകട്ടെ, നദിയാകട്ടെ, എന്തുമാകട്ടെ, ഏത് പ്രതിസന്ധിയുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അതൊന്നും നമ്മെ മുക്കിക്കളയാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ അതേ സ്നേഹവും കരുതലുമാണ് 43-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനുണ്ട്. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ ഞാൻ നിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. നിനക്ക് മറുവിലയായി ഹല്ലേലൂയ സ്തോത്രം അതേ ഹല്ലേലൂയ കൂശിനെയും ഹല്ലേലൂയ സ്തോത്രം മനുഷ്യനെയും അതേ ഹല്ലേലൂയ നിനക്ക് മറുവിലയായി ഞാൻ കൊടുത്ത് നിന്നെ വിലയേറിയവനും മാന്യനുമാക്കി ഹല്ലേലൂയ സ്തോത്രം നിന്നെ തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് രക്ഷകനായി വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ 45-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഒരമ്മയെ പോലെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. എന്താണ് അമ്മയുടെ സ്നേഹം? നമ്മളെല്ലാം മിക്കവാറും എല്ലാവരും അമ്മമാരാണല്ലോ ഈ ഡിവൈസിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് അമ്മയുടെ സ്നേഹം? ഹല്ലേലൂയ. നമ്മുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം ഹല്ലേലൂയ ഉരുവാക്കി തന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയുന്നതിന് മുൻപേ, അത് വെളുത്തതാണോ കറുത്തതാണോ എന്നറിയുന്നതിന് മുൻപേ, അതിന് ബുദ്ധിയുണ്ടോ ബുദ്ധിമാന്യമുള്ളതാണോ എന്നറിയുന്നതിന് മുൻപേ, അതിന് കഴിവുകളുണ്ടോ അംഗവൈകല്യമുണ്ടോ എന്നറിയുന്നതിന് മുൻപേ ഹല്ലേലൂയ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ ഹല്ലേലൂയ ആ ഉദരത്തിൽ വെച്ചു തന്നെ അതിനെ പൊന്നുപോലെ മുട്ടാതെ തട്ടാതെ വീഴാതെ ഹല്ലേലൂയ അതിന് വേണ്ട ഭക്ഷണവും ഹല്ലേലൂയ നല്ല നല്ല ഭക്ഷണങ്ങൾ, നല്ല കരുതലുകൾ, നല്ല വിശ്രമമൊക്കെ കൊടുത്ത് ഒരു ദോഷം കൂടാതെ തക്ക സമയത്തേക്ക് പുറത്തു വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അമ്മയുടെ സ്നേഹം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയല്ലേ കർത്താവേ ദൈവമക്കളെ കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. നാം ആരും യോഗ്യത ഉള്ളവരായിരുന്നില്ലല്ലോ. ഹല്ലേലൂയ. നാം ആരും ഹല്ലേലൂയ കഴിവുകൾ ഉള്ളവരായിരുന്നില്ലല്ലോ. കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ അതിപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയില് അതെ, തിമോത്തിയോസിന്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏകാധിപതിയായ രാജാധിരാജാവായ കർത്താവ് അമർത്യതയുള്ള ദൈവം, അത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, സൂര്യനെ പോലെ മുഖം ശോഭിക്കുന്നവനായിരിക്കുന്ന ദൈവം, അതേ ചുട്ടുപഴുപ്പിച്ച് വെള്ളോട്ടിന് സദൃശ്യമുള്ളവനായിരിക്കുന്ന കാലുകളുള്ള ഹല്ലേലൂയ ദൈവം, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുള്ള ദൈവം, അതിപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ അതേ ഹല്ലേലൂയ അബ്ബാ എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാ നമുക്കുള്ളത്. ഹല്ലേലൂയ. അതെ, തന്റെ ജീവനെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ അർപ്പിച്ച് ഹല്ലേലൂയ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന് ഹല്ലേലൂയ അതിനേക്കാൾ ഉപരിയെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതേ ഹല്ലേലൂയ കുന്തം കൊണ്ട് കുത്തിയ സമയത്ത് ഹല്ലേലൂയ അതേ ആ ശരീരത്തിൽ ശേഷിച്ചിരുന്ന ഹല്ലേലൂയ ആ വെള്ളം പോലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് ഒഴുക്കി തന്നെങ്കിൽ ഒന്നും കർത്താവ് ശേഷിപ്പിച്ചു വെച്ചില്ല. ഹല്ലേലൂയ എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഏൽപ്പിച്ചു തന്നെങ്കിൽ, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. സർവസ്വവും നമുക്കായിട്ട് ഏൽപ്പിച്ചു തന്ന ദൈവം ഹല്ലേലൂയ നമ്മെ തിരഞ്ഞെടുത്തു, ദത്തെടുത്തു, വീണ്ടെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അതേ മക്കളും അവകാശികളുമാക്കി തീർത്തു. വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. മക്കളാക്കി, അവകാശം തോന്നുന്നു വിൽപത്രവും എഴുതി വെച്ചു. സ്വർഗരാജ്യത്തിന്റെ ഹല്ലേലൂയ ഒന്നും കർത്താവ് മറച്ചു വെച്ചില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം നാം എന്തിനാ നമ്മുടെ ശബ്ദത്തെ പിടിച്ചു വെക്കുന്നേ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമുക്കുള്ളതിനെ നാം എന്തിനാ പിടിച്ചു വെക്കുന്നേ? ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യത്തെ നമുക്കായിട്ട് എന്തിനാ സൂക്ഷിക്കുന്നേ? ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ ഹല്ലേലൂയ നമ്മുടെ കഴിവുകളെ എന്തിനാ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നേ? അതെല്ലാം കർത്താവിന് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ലേ? ഹല്ലേലൂയ. 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 ദൈവം നല്ല സഹായകനായിട്ട് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മയെ പോലെ, രക്ഷകനെ പോലെ, മഹാവീരനെ പോലെ, യോദ്ധാവിനെ പോലെ നമ്മോട് കൂടെ ഇരുന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ ശബ്ദം കേൾപ്പിച്ച് വിടുവിച്ച അനേക ചരിത്രങ്ങൾ ഹല്ലേലൂയ ദൈവവചനത്തിൽ നാം വായിക്കുന്നു. 29-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്കറിയാം. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. സഹായകനായി വെളിപ്പെടുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ ഹല്ലേലൂയ ദൈവം തന്നെ ഇറങ്ങി വന്ന് ചിലപ്പോൾ വിടുവിച്ചില്ല എന്നിരിക്കാം. പക്ഷേ
പക്ഷേ തന്റെ ശബ്ദം മതി നമ്മെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. ചില ജീവന്റെ തുടിപ്പുകളെ അതെ ശൂന്യതയിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും മരിച്ചു കിടക്കുന്ന അനുഭവത്തിൽ നിന്നും ഇനി അതിനകത്തൊരു വിടുതലില്ല എന്ന് പറയുന്ന വിഷയത്തിന്റെ മധ്യത്തിലും ദൈവം തന്റെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചില ജീവന്റെ തുടിപ്പുകളെ ഹല്ലേലൂയ സ്തോത്രം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ശക്തിയോടെ മുഴങ്ങുന്ന ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ സ്തോത്രം. യഹോവയുടെ ശബ്ദം. ഹല്ലേലൂയ സ്തോത്രം. അത് നമുക്ക് ശക്തി നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ശബ്ദം നമുക്ക് ശക്തി നൽകുന്നു. യഹോവയുടെ ശബ്ദം സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചില സ്ഥലങ്ങളിൽ കർത്താവിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ അവിടെ ചില പൊട്ടലുകളും കീറലുകളും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ജനം കേൾക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം, നമ്മുടെ രക്ഷകന്റെ ശബ്ദം, ഹല്ലേലൂയ, നമുക്കെന്താണ്? ശക്തിയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് സമാധാനം നൽകുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ. ചില സമയങ്ങളിലൊക്കെ വളരെ ഭാരപ്പെട്ട് വേദനപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ അതേ ദൈവസന്നിധിയിൽ നെടുപ്പാട് വീഴുന്ന കരയുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ആ ദൈവത്തിന്റെ ഇമ്പമേറിയ ശബ്ദം നമ്മുടെ കാതുകളിലൊന്ന് മുഴങ്ങുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന സമാധാനം എത്ര വലിയതാണെന്നറിയാമോ? ഹല്ലേലൂയ. ലോകം തരുന്ന സമാധാനമല്ല കർത്താവ് നമുക്ക് തന്നേച്ചു പോയത്. ഹല്ലേലൂയ. ലോകത്തിന് നമുക്ക് സമാധാനം തരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സമാധാനക്കേട് തരാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ ശബ്ദം നമ്മളെ ശക്തി നൽകുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം നമ്മളെ ഹല്ലേലൂയ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നതാണ്. അതുപോലെ ഒത്തിരി സന്ദർഭങ്ങൾ പതിയിരിപ്പുകാരെ വരുത്തി ഹല്ലേലൂയ സഹായിച്ച അനുഭവങ്ങൾ നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൂതനെ ഇറക്കി. ഹല്ലേലൂയ. ഒരു ദൂതനെ ഇറക്കിയപ്പോൾ 1,85,000 പേരെ നിഗ്രഹിച്ച് അവിടെ വിടുതൽ കൊടുത്തത് നമ്മൾ വായിക്കുന്നു. കാറ്റടിപ്പിച്ച് ഹല്ലേലൂയ ദൈവം തന്റെ സഹായം വെളിപ്പെടുത്തിയത് നമുക്ക് കാണാം. കാറ്റിനെ ശാന്തമാക്കി. ഹല്ലേലൂയ. കടലിനെ ശാന്തമാക്കി മുക്കിക്കളയുവാൻ വരുന്ന പെരുവെള്ളത്തിന്റെ മീതെ, സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നു, പെരുവെള്ളത്തിൻ മീതെ യഹോവ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ മുക്കിക്കളയാൻ വരുന്ന പെരുവെള്ളത്തിന്റെ മീതെ ഇരുന്ന് ഹല്ലേലൂയ അത് നമ്മുടെ നേരെ ഒഴുകി വന്ന് നമ്മെ തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോകാതെ വണ്ണം അതിനെ തടഞ്ഞു നിർത്തുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പാടി ആരാധിക്കുന്നതിന് മുൻപായിട്ട് പ്രിയ കർത്തദാസ് ഇങ്ങനെ പറഞ്ഞല്ലോ, 124 സങ്കീർത്തനം, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രുവിന്റെ പല്ലിനിരയായി കൊടുക്കാത്ത യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ശത്രുവിന്റെ പല്ലിനിരയായി കൊടുക്കാതെ ഹല്ലേലൂയ യഹോവ നമ്മുടെ പക്ഷത്തിരുന്ന് നമ്മെ വിടുവിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഈ പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് ഹല്ലേലൂയ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നന്ദി നിറഞ്ഞതായി തീരട്ടെ. നമ്മുടെ ഹൃദയം നന്ദി നിറഞ്ഞതായി തീരട്ടെ. നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. നമ്മെക്കാളും ആരോഗ്യമുള്ളവർ, നമ്മെക്കാളും കഴിവുള്ളവർ, യോഗ്യതയുള്ളവർ, മിടുക്കുള്ളവരൊക്കെയും തകർന്നു പോയപ്പോ ഹല്ലേലൂയ ഒരു യോഗ്യതയുമില്ലാതിരുന്ന, ഒരു കഴിവുമില്ലാതിരുന്ന, എടുത്തു പറയത്തക്കണ്ണ ഒരു ക്വാളിറ്റിയും ഇല്ലാതിരുന്ന നമ്മെ ഹല്ലേലൂയ നിലനിർത്തിയെങ്കിൽ കർത്താവിന്റെ വിശ്വസ്തതയാണെന്ന് ഓർത്ത്, ദൈവം സഹായകനായി കൂടെ ഇരുന്നതാണെന്ന് ഓർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാനിടയായി. എഫെസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു, ആത്മീക ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നന്ദിയുള്ളവരായി ആത്മനിറവിൽ പാടിയും സ്തുതിച്ചും ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് നാം കൊടുക്കുന്നതിനേക്കാൾ ഉപരി കൊടുക്കണം വേണ്ടതല്ല പറയുന്നത്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഹല്ലേലൂയ അതിലൊന്നുപോലും കുറഞ്ഞു പോകാതെ, ഒന്നുപോലും മറന്നു പോകാതെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഹല്ലേലൂയ ഹല്ലേലൂയ നാം ദൈവത്തെ സ്തുതിക്കാനായിട്ടിടയായി. ഒരു തുള്ളി വെള്ളമാണെങ്കിൽ പോലും നമ്മുടെ തൊണ്ടയിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങണമെങ്കിൽ കർത്താവിന്റെ കൃപ വേണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. എത്രയോ പേര് ഹല്ലേലൂയ ഭക്ഷണം കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു പോയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെയും ഭക്ഷണം കഴിക്കുന്നില്ലേ? ഹല്ലേലൂയ ഹല്ലേലൂയ അതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഹല്ലേലൂയ ഞാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ദൈവം സഹായകനായി നമ്മോട് കൂടെ ഇരിക്കുന്നു. ദൈവസന്നിധിയിൽ ഏകാഗ്ര ചിത്തതയോടെ ഹല്ലേലൂയ ആശ്രയ ബോധത്തോടെ ഞാൻ ഒന്നുമില്ല കർത്താവേ എന്ന് മറിയയെ പോലെ, കർത്താവേ ഞാൻ
അങ്ങയുടെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പണത്തോടുകൂടെ കടന്നു വരികയാണെങ്കിൽ അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ ഇടയായി തീരും. ഹാലലുയ. ചില വിടലുകൾ നമ്മൾ കൂടെ ദൈവം ചെയ്തെടുക്കുവാനായിട്ട് ഇടയായി തീരും. ദൈവത്തിന്റെ കരം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഹാലലുയ. അതെ, സങ്കീർത്തനം 118 ഇങ്ങനെ പറഞ്ഞു, യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു. ഹാലലുയ. അതെ, നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കരം കൊണ്ടും വിടുവിച്ചെടുക്കുന്ന ദൈവത്തിന്റെ കരത്തെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവം നമ്മുടെ സഹായകനായി കൂടെ ഇരിക്കുന്നത് പല രീതിയിലാണ്. ഹാലലുയ. അതെ, ദൂതനെ ഇറക്കി വിടുവിച്ചില്ലെങ്കിലും ഹാലലുയ സ്തോത്രം, അതെ, ചിലപ്പോൾ ദൈവത്തിന്റെ കരമായിരിക്കാം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നത്. ഹാലലുയ. എന്നാൽ അപ്പോൾ തന്നെ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് വിടുതൽ കൊടുത്ത അനുഭവത്തെ കുറിച്ചും ദൈവത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഹാലലുയ, അതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹാലലുയ. എന്നാൽ ദൈവം എന്തിനാ നമ്മുടെ സഹായകനായി കൂടെ ഇരിക്കുന്നത്? ഹാലലുയ. നെഹമ്യാവിന്റെ പുസ്തകം 2-17 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആലയത്തിന്റെ ഇടിവുകളെ ഹാലലുയ നികത്താൻ തക്കവണ്ണം യഹോവയുടെ കൈ നെഹമ്യാവിനോട് കൂടെ ഇരുന്നു. അപ്പോ നമ്മെ സഹായിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ വിടുതലുകൾക്ക്, നമ്മുടെ തലമുറകളുടെ വിടുതലുകൾക്ക്, അതുപോലെ നമ്മുടെ ആരോഗ്യ എല്ലാ മേഖലയിലും കർത്താവ് നമുക്ക് വിടുതലുകളെ നൽകും. നമ്മളെ ജയോത്സവമായി കർത്താവ് വഴി നടത്തും. ഒരു സൗരഭ്യ വാസനയായി ഹല്ലേലൂയ കർത്താവ് നമ്മെ നിർത്തും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി യഹോവയുടെ കൈ നമ്മളോട് കൂടെ ഇരിക്കുന്നത് പ്രധാനമായും നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇടിഞ്ഞു കിടക്കുന്ന ആലയത്തിന്റെ ഇടിഞ്ഞു കിടക്കുന്ന തീ കൊണ്ട് ചുട്ടുകിടക്കുന്ന മതിലുകളെ ഹല്ലേലൂയ പണിതെടുക്കാൻ അതെ മനസ്സു വെച്ച നെഹമ്യാവിന് വേണ്ടി ഹല്ലേലൂയ അവന്റെ മേൽ ഇറങ്ങി വന്ന ഒരു നീണ്ട കരമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവ പ്രവർത്തിക്കായിട്ട് ആത്മാക്കളുടെ വിടുതലനായിട്ട് അതേ സഭയുടെ വളർച്ചയ്ക്കായിട്ട് ജാഗരിക്കുന്ന ദൈവദാസിമാരായാലും ദൈവദാസന്മാരായാലും അതേ ഹല്ലേലൂയ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളിലേക്ക് നീണ്ട ഇറങ്ങി വരുന്ന സ്വർഗത്തിൽ നിന്ന് നീണ്ട് ഇറങ്ങി വരുന്ന വിടുവിച്ചെടുക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ബലമുള്ള ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം അതൊരു ധൈര്യമായി തീരട്ടെ. ഹല്ലേലൂയ. ചില ആത്മാക്കളെ പെരുവെള്ളത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അതേ ആഴങ്ങളിൽ കിടക്കുന്ന അതെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ചില ആത്മാക്കളെ വലിച്ചെടുക്കുവാൻ തക്കവണ്ണം അതേ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ബലമുള്ള കരം ഹല്ലേലൂയ നമ്മോട് എല്ലാവരോടും കൂടെയുണ്ട്. പ്രത്യേകിച്ച് ദൈവദാസന്മാരോട് കുടുംബങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ ഒന്നും ചെയ്തെടുക്കാൻ കഴിയത്തില്ല, സഭയെ വളർത്താൻ കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ വലിയ കരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-46 വാക്യം വായിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം അതിന്റെ 18-ാം അധ്യായം 46 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആഹാബിന്റെ രഥത്തിന്റെ മുൻപേ ഓടി എത്താൻ തക്കവണ്ണം ഏലിയാവിന്റെ മേൽ ഹല്ലേലൂയ യഹോവയുടെ കൈ വന്നു. ഓ രഖമന ഉടബലബ ശംദരാദര ഹസ്തര റികൽഖമാന ഘടക സന്ദരേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില പ്രതിസന്ധികളുടെ നടുവിലെ എങ്ങനെ ഞാൻ ഓടി മുൻപിൽ എത്തുമെന്ന് ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കാനുള്ള ഒരു ദൂതാണ് ഹല്ലേലൂയ യഹോവയുടെ കയ്യ്, യഹോവയുടെ കയ്യ്. ഓ റബന ഹദുര ജഗദ്ധന റികൽഖമാനക ശംദരേ നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ, പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്നവരുടെ മേൽ ഉയരത്തിൽ നിന്ന് നീണ്ടുവരുന്ന യഹോവയുടെ കയ്യ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആഹാബിന്റെ രഥത്തെക്കാൾ ആഹാബ് രഥം പൊട്ടി അതെ മഴ വരുന്നതിന് മുൻപായിട്ട് ഹല്ലേലൂയ രഥം ഓടിച്ചു പോകുമ്പോൾ ഏലിയാവിന് രഥമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഏലിയാവിനെ കൊണ്ടുപോകുവാൻ കുതിരകളില്ല. ഹല്ലേലൂയ. എന്ന സ്വർഗത്തിൽ നിന്നൊരു ശക്തി അവന്റെ മേൽ അയച്ചു. യഹോവയുടെ കരം ആഹാബിന്റെ മേൽ വന്നപ്പോൾ ഏലിയാവിന്റെ മേൽ കടന്നു വന്നപ്പോൾ ആഹാബിന്റെ ഹല്ലേലൂയ രഥത്തിന്റെ സ്പീഡിനേക്കാൾ സ്പീഡിലോടെ മുൻപിലെത്തുവാൻ തക്കവണ്ണം ദൈവം അവനെ ശക്തീകരിച്ചെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ ശക്തീകരിക്കുന്ന പകൽക്കാലമാണ്. ഓ റബന ശംദരേ മനസ്സ് ക്ഷീണിച്ചു പോകല്ലേ, മനസ്സ് ക്ഷീണിച്ചു പോകല്ലേ. ഹല്ലേലൂയ. മനം എടുത്തു പോകല്ലേ. ഹല്ലേലൂയ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്. ഹല്ലേലൂയ. ദാവീദ് പലപ്പോഴും ക്ഷീണിച്ചു പോയിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിന്റെ അവസാന അധ്യായത്തിലൊക്കെ കടത്തൊരു സിക്ലാഗിൽ വെച്ച് അവന്റെ ഭാര്യമാരെയും അവനുള്ളതിനൊക്കെയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ദാവീദ് വലിയ വിഷമത്തിലായി. അത് ബലമില്ലാതാകുവോ
മരിക്കുവോളം ദാവീദ് കരഞ്ഞു എന്ന് അവിടെ വായിക്കുന്നു. അവന്റെ ഹൃദയം ക്ഷീണിച്ചു പോയി, അവൻ മടുത്തുപോയി. അവന്റെ കൂടെ ഉള്ളവരൊക്കെയും ഹല്ലേലൂയ സ്തോത്രം അവനെ കല്ലെറിയുവാൻ ഭാവിച്ചു, അവൻ ഉപദ്രവിക്കാൻ ഭാവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആ സമയത്ത് ഹല്ലേലൂയ ക്ഷീണിച്ചു പോയി. എന്നാൽ ഹല്ലേലൂയ അവിടെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, ദാവീദോ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ധൈര്യപ്പെടുവാൻ ഒരു ഗോപുരം നമുക്കുണ്ട്. ഓടി വന്ന് ഭയപ്പെടുമ്പോൾ ഓടി വന്ന് അഭയം പ്രാപിക്കാൻ യേശു എന്ന വലിയ ഗോപുരം നമുക്കുണ്ട്. ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ സ്തോത്രം. നാം ധൈര്യഹീനനായി തീരുമ്പോൾ അത് ധൈര്യം പ്രാപിക്കാൻ തക്കവണ്ണം വലിയൊരു സങ്കേതം നമുക്കുണ്ട്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിൽ സങ്കേത നഗരങ്ങളെ ഹല്ലേലൂയ ഉണ്ടാക്കണം എന്ന് ഹല്ലേലൂയ സ്തോത്രം അതേ ഇസ്രായേൽ മക്കൾക്ക് അവകാശങ്ങളെ പകുത്തു കൊടുക്കുമ്പോൾ യോശുവയോട് പറഞ്ഞു, സങ്കേത നഗരങ്ങളെ ഉണ്ടാക്കണം. ഹല്ലേലൂയ. അറിയാതെ തെറ്റ് ചെയ്തവർക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കാൻ, യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിക്കുവാൻ, അതേ മഹാപുരോഹിതന്റെ മരണം വരെ അവിടെ പാർക്കുവാൻ തക്കവണ്ണം 5 സങ്കേത നഗരങ്ങൾ ഉണ്ടാക്കണം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ യേശു ക്രിസ്തുവിന് നിഴലായിട്ട് അതിന് നിൽക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഓടി വന്ന അഭയം പ്രാപിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിന്റെ കണികൾ നമ്മളെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം. മരണത്തിന്റെ പാശങ്ങൾ നമ്മെ ചുറ്റുമ്പോൾ, പാതാള വേദനകൾ നമ്മെ പിടിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കടം കൊണ്ട് നാം ഹല്ലേലൂയ മനമുരുകുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ, അതിന്റെ മധ്യത്തിൽ ഓടി വന്നൊന്ന് അഭയം പ്രാപിക്കുവാൻ മനുഷ്യർ നമുക്ക് എപ്പോഴും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ നമ്മ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുമ്പോൾ ഇയ്യോബിനോട് സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാൻ കടന്നു വന്നെങ്കിലും ആ സ്നേഹിതന്മാർക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു 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 വന്നപ്പോൾ ഇയ്യോബിന്റെ കുറ്റങ്ങൾ മാത്രമേ നിരത്തി വെച്ചുള്ളൂ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം 38 അധ്യായം മുതൽ ഒന്ന് വായിച്ചു നോക്കിക്കേ. ചുഴലിക്കാറ്റിൽ ഹല്ലേലൂയ ദൈവം അവനോട് സംസാരിക്കുന്നു. ഏത് ചുഴലിക്കാറ്റ് ഇയ്യോബിനെയും ഇയ്യോബിന്റെ കുടുംബത്തെയും തലമുറകളെയും ഹല്ലേലൂയ സ്തോത്രം ഭവനത്തെയും അതേ ഒറ്റ നിമിഷം കൊണ്ട് കവർന്നെടുത്തു. ഹല്ലേലൂയ. അതേ ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് 38 അധ്യായത്തിൽ ഹല്ലേലൂയ ഇയ്യോബിനോട് ദൈവം സംസാരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകൾ ഹല്ലേലൂയ അത് ചുറ്റിപ്പിടിക്കുന്നത് പോലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതേ ഹല്ലേലൂയ നാം പലപ്പോഴും ഭാരപ്പെടും. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ആ കഷ്ടതയിലാണ് ഹല്ലേലൂയ സ്തോത്രം അതേ ചുഴലിക്കാറ്റിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ശബ്ദം നാം കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ കഷ്ടങ്ങളിലും ഞങ്ങൾ പ്രശംസിക്കുന്നു, ഈ കഷ്ടങ്ങളിലും ഞങ്ങൾ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. കാട്ടിലെ ആപത്ത്, ഹല്ലേലൂയ, കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, ഹല്ലേലൂയ, അതേ കൈയും കാലും ഒക്കെ ആപത്തിൽ പൂട്ടിയിട്ട് അതേ വേദനപ്പെട്ടിരിക്കുന്ന സമയത്തും ഹല്ലേലൂയ അവിടെയും ദൈവത്തിന്റെ ശബ്ദം പൗലോസ് കേട്ടു. ഹല്ലേലൂയ. അതേ ലേഖനങ്ങൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ വെച്ചാണ് പൗലോസ് എഴുതിയത്, പരിശുദ്ധാത്മാവിനാൽ എഴുതിയത്. ആ ലേഖനങ്ങളാണ് ഹല്ലേലൂയ ഇന്നും നമുക്ക് ആശ്വാസമായി കൊണ്ടിരിക്കുന്നത്. ആ ലേഖനങ്ങളിൽ കൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയും, ഇനിയും കഷ്ടത വന്നോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കഷ്ടപ്പെടുന്നു എങ്കിലും, കഷ്ടങ്ങൾ സഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഹല്ലേലൂയ. ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഹല്ലേലൂയ. അതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ അതുപോലെ കഷ്ടത അനുഭവിക്കുന്നവരെ ഞങ്ങൾ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കഷ്ടങ്ങൾ ഹല്ലേലൂയ പെരുകുന്തോറും ഹല്ലേലൂയ ആശ്വാസവും പെരുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ പെട്ടെന്ന് നാം മനുഷ്യരാ തളർന്നു പോകും. പക്ഷേ ഹല്ലേലൂയ ആ കഷ്ടങ്ങൾ നമുക്ക് ആശ്വാസം നിറയുന്നതാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നാം തകർന്നു പോകാതിരിക്കുന്നത്? കഷ്ടങ്ങളിലും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മോട് കൂടെയുള്ളത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അലറിയടിക്കുന്ന തിരമാലകളുള്ള കടലിനെ പോലും മണൽ തരി കൊണ്ട് അതിരുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ചില അതിരുകളൊക്കെ ഹല്ലേലൂയ നമ്മുടെ സംരക്ഷണത്തിനായിട്ട് സംരക്ഷണത്തിനാണെന്ന് നാം മറക്കണ്ട. ചില അതിരുകളും ചില ഞെരുക്കങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നാം ഭാരപ്പെടും. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ചില അതിരുകൾ ഹല്ലേലൂയ നമുക്കൊരിക്കലും ഹല്ലേലൂയ ഭാരമല്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ സംരക്ഷണമായിരുന്നു എന്ന് പിന്നീടുള്ള ജീവിതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പേടിക്കേണ്ട. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ സ്മുർണ സഭയോട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. പേടിക്കണ്ട. നിങ്ങൾക്ക് ഇന്നിന്ന കഷ്ടതകളൊക്കെ വരും. പക്ഷേ അത് എത്ര ദിവസത്തേക്കേ ഉള്ളൂ?
10 ദിവസത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെ തടവിലാക്കാൻ പോവുകയാ. നിങ്ങൾ സഹിക്കാനുള്ളത് ഓർത്തൊന്ന് നിങ്ങൾ പേടിക്കണം. മുൻകൂർ ഹല്ലേലൂയ വാണിംഗ് കൊടുക്കുകയാണ്. അത് മുന്നറിയിപ്പ് കൊടുക്കണം. ഇന്നിന്നത് പോലുള്ള കഷ്ടതകളൊക്കെ വരും. നമുക്കും ചില സ്വപ്നങ്ങളും ചില ദർശനങ്ങളൊക്കെ ദൈവാത്മാക്കൾ ഇന്നതുപോലെ സംഭവിക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് നാം പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പറയാണ് പേടിക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. അതേ 10 ദിവസത്തേക്ക് മാത്രമേ ആ കഷ്ടതയുള്ളൂ. ദാനിയേല് ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച സമയം അതേ ഹല്ലേലൂയ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 21 ദിവസം പാർസി രാജ്യത്തിന്റെ പ്രഭു അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു വെച്ചു. എന്നാൽ അവിടെ അതിന് തൊട്ടു മുൻപുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, നീ എന്റെ സന്നിധിയിൽ താഴ്ത്തുവാൻ മനസ്സ് വെച്ച ആ സമയം, ആ നിമിഷം ഹല്ലേലൂയ ഞാൻ മറുപടി അയച്ചു കഴിഞ്ഞു. പക്ഷേ 21 ദിവസം പാർസി രാജ്യത്തിന്റെ പ്രഭു അതിനെ തടഞ്ഞു വെച്ചു. അവിടെ 21 ദിവസം. ഇവിടെ ദൈവാത്മാ പറയുന്നു 10 ദിവസം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, കഷ്ടതകൾ വരാം, രോഗങ്ങൾ വരാം, സാമ്പത്തിക പ്രതിസന്ധി വരാം. ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അസഹിക്കാവുന്നതിലധികം പരീക്ഷ ദൈവം തരത്തില്ല. ഹല്ലേലൂയ. സഹിക്കാവുന്നത് മാത്രമേ തരത്തുള്ളൂ. ഹലതോടുകൂടെ പോക്ക് വഴിയുമുണ്ട്. അതിന്റെ അർത്ഥം ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും രണ്ട് നമ്മുടെ കാര്യങ്ങളിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നാം കാണത്തുള്ളൂ, പക്ഷെ ആൻസർ പേപ്പർ നമ്മുടെ കാര്യങ്ങൾ തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ അത് നാം കാണത്തില്ല, അത് ബ്ലാങ്ക് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ അകത്ത മനുഷ്യന്റെ കണ്ണൊന്ന് തുറക്കണം. തുറന്നാൽ ഈ ആൻസർ പേപ്പർ കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ 10 ദിവസത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ഉള്ളായിരിക്കാം, ചിലപ്പോൾ ഒരു വർഷത്തേക്കായിരിക്കാം, ചിലപ്പോൾ 3 വർഷത്തേക്കായിരിക്കും. എന്തു ആയിക്കൊള്ളട്ടെ, അവരുടെ കാലാവധി ദൈവം വെച്ചിട്ടുണ്ട്, ചില അതിരുകൾ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 10 ദിവസം എന്ന് പറഞ്ഞാൽ 11ാമത്തെ ദിവസം നേരം വെളുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആ കഷ്ടത 11ാമത്തെ ദിവസത്തേക്ക് നീണ്ടു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മറുപടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ ജാഗരിക്കാനും തുടങ്ങിയ ആ സമയം മറുപടി അയച്ചു കഴിഞ്ഞു. പക്ഷേ 21 ദിവസം മാത്രമേ അതിനെ തടഞ്ഞു വെക്കാനുള്ള അധികാരം പിശാചിന് ദൈവം കൊടുത്തിട്ടുള്ളൂ. 22ാമത്തെ ദിവസത്തിലേക്ക് അത് പോകത്തില്ല. ഹല്ലേലൂയ. സ്വതന്ത്ര പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ കർത്താവ് മറുപടി അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ചില തടസ്സങ്ങൾ, ചില ഹല്ലേലൂയ സ്തോത്രം അതേ ഹല്ലേലൂയ തടസ്സങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ടെങ്കിലും അതിന് ചില അതിരുകൾ ദൈവത്തെ കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകൽക്കാലം വ്യക്തമായിട്ട് വിളിച്ചു പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് പേടിക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. ആ സമയം കഴിയുന്നത് വരെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ഹല്ലേലൂയ. ആ വിഷയം ഞാൻ വിടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട ആവശ്യം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്കൊരു ജലപ്രളയത്തെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. 10ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമി ജലപ്രളയം തുടങ്ങി. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ മതി. 7, 8, 9 അധ്യായങ്ങൾ, 7, 8 അധ്യായങ്ങൾ മെയിൻ ആയിട്ടും അത് പ്രത്യേകിച്ച് നിങ്ങളത് ഹല്ലേലൂയ വായിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കണം. ഹല്ലേലൂയ. അപ്പൊ ജലപ്രളയം വരുത്തുമെന്ന് തീരുമാനിച്ച ദൈവം ഹല്ലേലൂയ തന്നെ അനുസരിച്ച നോഹ. ഹല്ലേലൂയ. നോഹയെ കുറിച്ച് പറയുമ്പോൾ അതേ ഹല്ലേലൂയ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ യഹോവ കൽപ്പിച്ചതുപോലെ നോഹ ചെയ്തു. അതിന്റെ നീളം, വീതി, ഉയരം ഹല്ലേലൂയ ഒക്കെയും 1 സെന്റിമീറ്റർ പോലും വ്യത്യാസം വരുത്താതെ ഗോഫർ മരം കൊണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ നോഹ ഹല്ലേലൂയ അത് ആയതുപോലെ തന്നെ അനുസരിച്ചു. അതേ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച വക്രതയും കോട്ടവും അധാർമികതയും മ്ലേച്ഛതയും പറഞ്ഞ ഒരു സമൂഹത്തിലാണ് നോഹ ജീവിച്ചിരുന്നത്. എന്നാൽ ആ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം മഴ എന്താണെന്ന് ജനം കണ്ടിട്ടില്ല, ജലപ്രളയം എന്താണെന്ന് കണ്ടിട്ടില്ല. നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദുഷിക്കുന്നവരുടെ മധ്യത്തിൽ നോഹ ഹല്ലേലൂയ ദൈവശബ്ദം മാത്രം കേട്ടു, ദൈവശബ്ദം മാത്രം അനുസരിച്ചു. ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ അവനെ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, പെട്ടകം ഉണ്ടാക്കി. താൻ ദൈവത്തെ അനുസരിച്ച് ഉണ്ടാക്കിയ പെട്ടകം തന്നെ നോഹയ്ക്കും നോഹയുടെ കുടുംബത്തിനും അതേ ഹല്ലേലൂയ രക്ഷാകാരണമായി തീർന്നു. ഹല്ലേലൂയ. ജലപ്രളയം ഉണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. അത് വെള്ളം വർദ്ധിച്ചു. ഹല്ലേലൂയ. പെട്ടകം ഒഴുകി തുടങ്ങി. ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ സ്തോത്രം. വെള്ളം അത്യധികം പൊങ്ങി. അങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. 17, 18, 19 വാക്യങ്ങളിലൊക്കെ അത് നമുക്ക് കാണാം. വെള്ളം അത്യധികം പൊങ്ങി, പർവ്വതങ്ങളെ മൂടത്തക്കവണ്ണം വെള്ളം പൊങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം പെട്ടകം തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. ജലപ്രളയം ഉണ്ടാകാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പ്രളയം പോലെ മുക്കിക്കളയുന്നത് പോലെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ സ്തോത്രം. വെള്ളം വർദ്ധിച്ചു വരാം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്തോറും വിഷയങ്ങൾക്ക് ഒരു മറുപടിയില്ലാതെ
കൂടാതെ അതിങ്ങനെ വർദ്ധിച്ചു വരുന്നത് ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. നാം ആകുന്ന പെട്ടകം ഒഴുകിപ്പോകുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പക്ഷേ എന്നാൽ മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഉണ്ടാക്കാൻ കൽപ്പിച്ചത് ദൈവമാണെങ്കിൽ ആ പെട്ടകത്തെ സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മെ വിടുവിച്ചെടുത്ത യേശുവിന്റെ കൃപ നമ്മെ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകമാകുന്ന സമുദ്രത്തിൽ നിന്നും വേർതിരിച്ച്, ഹല്ലേലൂയ, നമ്മെ വിടുവിച്ച് എടുത്ത് നിർത്തിയെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുത്ത് നിർത്തിയെങ്കിൽ നാം നശിച്ചു പോകാൻ, ഹല്ലേലൂയ, മുങ്ങിപ്പോകാൻ ഈ ലോകത്തിന്റെ ജലപ്രളയത്തിൽ, ലോകമാകുന്ന സാഗരത്തിൽ, കടലിൽ, ഹല്ലേലൂയ, അതിന്റെ ഓളങ്ങളിലും തിരമാലകളിലും മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, പെട്ടകത്തിന്റെ വാതിൽ അടച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. വെള്ളം കയറാതെ, ഹല്ലേലൂയ, മുങ്ങിപ്പോകാതെ ആ പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, നമ്മെ കർത്താവ് വീണ്ടെടുത്ത് രക്ഷിച്ച് തന്റെ മക്കളാക്കി നിർത്തിയെങ്കിൽ, പിതാവും മക്കളും എന്നുള്ള അവകാശത്തിനകത്ത് നിർത്തിയെങ്കിൽ, ജലപ്രളയം നമ്മിലേക്ക് ചിലപ്പോൾ കടന്നു വന്നെന്നിരിക്കാം, നാം ഒഴുകിപ്പോകുന്നത് പോലുള്ള വിഷയങ്ങൾ കടന്നു വന്നെന്നിരിക്കാം. പക്ഷെ വെള്ളം കടക്കത്തില്ല. കാരണം നമ്മുടെ വാതിൽ അടച്ചത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി നമ്മെ അടച്ചു ഉറപ്പിച്ച് മുദ്രയിട്ട്, പരിശുദ്ധാത്മാവിന്റെ മുദ്രയിട്ട്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മറച്ച് മുദ്രയിട്ട് നമ്മെ കാത്തു വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. വാതിൽ അടച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. വെള്ളം അത്യധികം പൊങ്ങാം. ഹല്ലേലൂയ. പർവ്വതം മൂടത്തക്കവണ്ണം, ഹല്ലേലൂയ, വെള്ളം അതേ പൊങ്ങാം. ആ വെള്ളത്തിന്റെ മുകളിൽ കൂടിയാണ് പെട്ടകം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പെട്ടകത്തെ, ഹല്ലേലൂയ, പർവ്വതത്തിൽ തട്ടി തെറിച്ചു പോകുവാൻ, ഭിന്നമാക്കി കളയുവാൻ, ഹല്ലേലൂയ, ദൈവം അനുവദിച്ചില്ല. കാരണം എന്താ? പെട്ടകം ഉണ്ടാക്കാൻ നീളവും വീതിയും, ഹല്ലേലൂയ, ഉയരവും പറഞ്ഞു കൊടുത്തത് ദൈവമാണ്. ഹല്ലേലൂയ. 139 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കിടക്കുന്നതും നടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും ദൈവം അറിയുന്നു. അമ്മയുടെ ഉദരത്തിൽ അത്യത്ഭുതമായി നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. നമ്മുടെ അസ്ഥികൂടത്തെ മെനഞ്ഞത് ദൈവമാണ്. ആയതുകൊണ്ട് നാം ആകുന്ന പെട്ടകത്തെ, ഹല്ലേലൂയ, ലോകമാകുന്ന സമുദ്രത്തിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളാകുന്ന പർവ്വതത്തിൽ മുട്ടി തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ വചനത്തിന്റെ ശക്തിയിൽ ഒന്ന് ഉറക്കെ. ഹല്ലേലൂയ. അതേ, ഹല്ലേലൂയ, സ്തോത്രാക്കിയാൽ ധൈര്യപ്പെട്ടിരിക്കെ, ഉറച്ചു നിൽക്ക്. ഹല്ലേലൂയ. അതേ, ഹല്ലേലൂയ, സ്തോത്രം. യോശുവയോട് പറഞ്ഞതുപോലെ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ധൈര്യമുള്ളവനാക്കി മാത്രം ഇരിക്കുക. ഹല്ലേലൂയ. അത് എല്ലാം നശിച്ചു പോയി. പക്ഷേ നോഹയും കുടുംബവും പെട്ടകത്തിൽ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. എല്ലാം നശിച്ചു പോയി. മുക്കിൽ ജീവശ്വാസം ഉള്ളതൊക്കെയും ചത്തുപോയി. ഹല്ലേലൂയ. എന്നാൽ തന്നെ അനുസരിച്ച നോഹയെ ദൈവം ഓർത്തു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്കിനെ ഒന്ന് അനുസരിക്കാമെങ്കിൽ, ദൈവവചനം വായിച്ച് ധ്യാനിച്ച്, ഹല്ലേലൂയ, അതിൽ കൂടെ പരിശുദ്ധാത്മാവ് തരുന്ന ശബ്ദത്തിന് ചാതോർത്ത് ദൈവത്തിന്റെ വചനത്തിൽ ഒന്ന് ഉറയ്ക്കാമെങ്കിൽ, ഹല്ലേലൂയ, ആ വചനം ഒന്ന് അനുസരിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, അതേ, ഹല്ലേലൂയ, വചനത്തെ അനുസരിക്കുന്നവരെ ദൈവം ഓർക്കും. ഹല്ലേലൂയ. നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഓർത്താൽ വിടുതൽ നിശ്ചയമാ. ഹല്ലേലൂയ. ഓർത്താൽ ദൈവം വിടുതൽ നിശ്ചയമായിട്ട് അയക്കും. അത് കടലിലാവട്ടെ, അത് എവിടെയുമാകട്ടെ. ഹല്ലേലൂയ. ചുറ്റി അടച്ച്, ഹല്ലേലൂയ, 4 വശവും കെട്ടപ്പെട്ടിരിക്കുന്ന അനുഭവമാണെങ്കിലും, ഒരു വാതിലും തുറക്കാനില്ലെങ്കിലും, ആകാശം ചായ്ച്ചിറങ്ങി വന്ന് അതിന്റെ നടുവിൽ കൂടെ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ അനുസരിച്ചാൽ ദൈവം ഓർക്കും. ഹല്ലേലൂയ. ഓർത്താൽ വിടുതൽ നിശ്ചയമാ. എങ്ങനെ വിടുതൽ അയച്ചത്? 8-ാം അധ്യായത്തിൽ ഒരു വിടുതലിന്റെ അധ്യായമാണ് 8-ാം അധ്യായം. 7-ാം അധ്യായം ഒരു ജലപ്രളയത്തിന്റെ അധ്യായമാണെങ്കിൽ, ഹല്ലേലൂയ, തോരാത്ത മഴയുടെ, ഹല്ലേലൂയ, ഒരു അധ്യായമാണെങ്കിൽ, അതേ, ഭൂമിയുടെ, ഹല്ലേലൂയ, ആകാശത്തിന്റെ ഉറവുകളെ തുറന്ന് വെള്ളം പൊങ്ങി വരുന്ന അധ്യായമാണെങ്കിൽ, 8-ാം അധ്യായത്തിൽ ഒരു വിടുതലിന്റെ അധ്യായമാണ്. ഹല്ലേലൂയ. അവിടെ എങ്ങനെയാ ദൈവം വിടുതൽ അയച്ചത്? 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഏറ്റവും ലാസ്റ്റ് സെന്റൻസ്, ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഹല്ലേലൂയ. അപ്പോ അനുസരിക്കുന്ന, ഹല്ലേലൂയ, തന്റെ ഭക്തനെ ദൈവം ഓർത്തപ്പോൾ, വിടുതൽ നൽകുവാൻ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ആഗ്രഹിച്ചപ്പോൾ ഒരു കാറ്റിനെ ദൈവം അടുപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ആ കാറ്റടിച്ച സമയം, ഹല്ലേലൂയ, സ്തോത്രം, എന്താ സംഭവിച്ചത്? അവിടെ വായിക്കുന്നു, വെള്ളം നിലച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ മഴയല്ല അവിടെ ആദ്യം നിന്നത്. അതിന്റെ താഴെ ഭാഗത്താണ് 2-ാമത്തെ വാക്യത്തിലാ വായിക്കുന്നത്, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു.
ആകാശത്ത് നിന്ന് മഴയും നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഓർത്തപ്പോൾ ദൈവം കാറ്റടിപ്പിച്ചു. കാറ്റടിപ്പിച്ചപ്പോ നിന്നത് മഴയല്ല, ആഴിയുടെ ഉറവുകളല്ല അടഞ്ഞത്. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? വെള്ളം നിലച്ചു, വെള്ളം നിലച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ മുക്കിക്കളയുവാൻ തക്കവണ്ണം പൊങ്ങി 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 വരുന്ന, ഹല്ലേലൂയ, നമ്മെ ഒഴുക്കി, ഹല്ലേലൂയ, ലോകമാകുന്ന സമുദ്രത്തിലേക്ക് ഒഴുക്കി വിടാൻ കടന്നു വരുന്ന വെള്ളത്തിന്റെ സമ്മർദ്ദം, വെള്ളത്തിന്റെ ശക്തി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ആ ശക്തിയിൽ നിന്നല്ലേ കറണ്ട് വെള്ളത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതിങ്ങനെ, ഹല്ലേലൂയ, ഓളങ്ങളും തിരമാലകളും ഇട്ട് ഇങ്ങനെ സമ്മർദ്ദം വെച്ച് ഇങ്ങനെ പൊങ്ങി 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 നമ്മുടെ പെട്ടകത്തിൽ ഇങ്ങനെ ഒലച്ചുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഓർത്തപ്പോൾ ദൈവം കാറ്റടിപ്പിച്ച് നിർത്തിയത് ഈ വെള്ളത്തിന്റെ ശക്തിയെയാണ് നിർത്തിയത്. അതേ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിന് മുൻപ് ഒരു സംഭവം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അതേ, ഹല്ലേലൂയ, സ്തോത്രം. അതേ, തിരമാലകളും ഓളങ്ങളും പൊങ്ങി വന്നപ്പോ കർത്താവ് ശാസിച്ചത് തിരമാലകളെയല്ല, കാറ്റിനെയാ ശാസിച്ചത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട്, നാം പ്രശ്നങ്ങളെ കാണുന്നുള്ളൂ, പക്ഷെ അതിന്റെ കാരണം നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓർക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിപ്പിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അതിന്റെ മൂല കാരണത്തിലാണ് കർത്താവ് കാറ്റടിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ കാറ്റടിച്ചപ്പോൾ വെള്ളം നിന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം, ഹല്ലേലൂയ, സ്തോത്രം, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളം നിലച്ചു, വെള്ളത്തിന്റെ കുത്തൊഴുക്ക് നിലച്ചു. ഹല്ലേലൂയ. അതിന്റെ ശക്തി, ഹല്ലേലൂയ, കുറഞ്ഞു. പിന്നീട് നമ്മളിങ്ങനെ വായിക്കുന്ന ശക്തി കുറഞ്ഞു 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 വന്ന് പൊങ്ങി 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 വന്നിരിക്കുന്ന വെള്ളം അത് താഴോട്ട് താഴോട്ട് താഴോട്ട്, ഹല്ലേലൂയ, അമർന്നു വന്നു. മഴ ഒരു കാരണം മാത്രമാ, പ്രളയമാണ് നമ്മെ നശിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതിന്റെ കാരണം കണ്ടെത്തി ശാസിച്ച്, ഹല്ലേലൂയ, നമ്മെ വിടുവിക്കുന്ന, നമ്മെ സഹായിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇന്ന് സമൂഹമൊക്കെ മ്ലേച്ഛതയോടെ, ഹല്ലേലൂയ, കടന്നു പോകുമ്പോൾ നമ്മുടെ തലമുറകളൊക്കെ, ഹല്ലേലൂയ, ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങൾ ഇങ്ങനെയൊക്കെയാ. ഹല്ലേലൂയ. അതെ, തകർന്നു പോകാതെ, ഹല്ലേലൂയ, ലോകമാകുന്ന സമുദ്രത്തിലേക്ക് അവരെ ഒഴുക്കി കൊണ്ടുപോകാതെ, അതേ, കാറ്റിനെ അടുപ്പിച്ച്, ഹല്ലേലൂയ, ശാന്തത വരുത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 7-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ജലപ്രളയം ഉണ്ടായി. ഹല്ലേലൂയ. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി നിലത്തു നിന്ന് ഉയർന്നു. ഹല്ലേലൂയ. എന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതേ, ഹല്ലേലൂയ, സ്തോത്രം, 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നിന്നു. ഹല്ലേലൂയ, ഇറങ്ങിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ജലപ്രളയം, ഹല്ലേലൂയ, സ്തോത്രം, ആദ്യം ഉണ്ടായത് ജലപ്രളയം. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വിടുതലിന്റെ, ഹല്ലേലൂയ, കരം ദൈവം നീട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നു, ജലപ്രളയം നിന്നു. ആദ്യം എന്താണോ, ഹല്ലേലൂയ, ഉണ്ടായത് അതിനെ ദൈവം, ഹല്ലേലൂയ, അവിടെ നിർത്തി. പിന്നെ വായിക്കുന്നു, വെള്ളം വർദ്ധിച്ചു. 7-ാം അധ്യായം 18-ാം വാക്യത്തിൽ അങ്ങനെയാ വായിക്കുന്നത്, ജലപ്രളയം ഉണ്ടായി, വെള്ളം വർദ്ധിച്ചു. 8-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. വർദ്ധിച്ചു വന്ന വെള്ളത്തെ, ദൈവത്തിന്റെ വിടുതൽ വന്നപ്പോൾ, ഹല്ലേലൂയ, വർദ്ധിച്ചതിനെ, ഹല്ലേലൂയ, പൊങ്ങി 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 വന്നതിനെ 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞു, കുറഞ്ഞു 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 വന്നു. ഹല്ലേലൂയ. 7-ാം അധ്യായം 18-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, അതേ, ഹല്ലേലൂയ, സ്തോത്രം, പെട്ടകം ഒഴുകി തുടങ്ങി. അല്ലെ, അങ്ങനെയല്ലേ വായിക്കുന്നേ? 18-ാം വാക്യത്തിൽ വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. 8-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. ജലപ്രളയമുണ്ടായി, വെള്ളം വർദ്ധിച്ചു വന്നു. പെട്ടകം ഒഴുകി 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 തുടങ്ങി കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വിടുതൽ അയച്ചപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കാറ്റടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഒഴുകിപ്പോയ പെട്ടകത്തെ, ഹല്ലേലൂയ, അരരാത്ത് പർവ്വതത്തിൽ ദൈവം ഉറപ്പിച്ചു. ഹല്ലേലൂയ. അത് ആ പെട്ടകത്തിൽ തട്ടി, ഹല്ലേലൂയ, സ്തോത്രം, ഒഴുകിപ്പോകുമ്പോൾ പെട്ടകത്തിൽ, അതെ, പർവ്വതത്തിൽ തട്ടി, ഹല്ലേലൂയ, എന്ത് ചെയ്യാം? പെട്ടകമൊക്കെ തകർന്നു പോകാം. ഹല്ലേലൂയ. ഒരു പർവ്വതത്തിൽ പോലും തട്ടി തകർന്നു പോകാതെ, ഹല്ലേലൂയ, അതേ, ഹല്ലേലൂയ, പർവ്വതത്തിൽ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, 7-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ദൈവം വാതിൽ അടച്ചു. എന്നെ ചിന്തിപ്പിച്ച, ഹല്ലേലൂയ, ഏറ്റവും വലിയ, ഹല്ലേലൂയ, ഒരു വാക്യമാണത്. എന്നാൽ 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചേ.
8-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. അതെ, 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. ഹല്ലേലൂയ. പെട്ടകം, ഹല്ലേലൂയ, ജലപ്രളയം തുടങ്ങി പെട്ടകം ഒഴുകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ മഴ ഹല്ലേലൂയ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, അതിനകത്ത് വെള്ളം കയറാതിരിക്കാൻ അതേ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി ആ പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു. ഹല്ലേലൂയ. അവിടെ നമ്മളെ വാതിലടച്ചാൽ അടയത്തില്ല. ഹല്ലേലൂയ. അതിനകത്ത് ചോർച്ച വരും. വെള്ളം അകത്ത് കടക്കുന്ന മുങ്ങിപ്പോകും. എന്ന ദൈവത്തിനറിയാം. ദൈവം തന്റെ സർവശക്തിയുള്ള കരം കൊണ്ട് വാതിൽ അടച്ചു ഉറപ്പിച്ചു വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതേ, ഹല്ലേലൂയ, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ദൈവം അടച്ചു വെച്ചു. പിശാചിന്റെ പല പ്രവൃത്തികളും നമ്മെ കുടുംബത്തിലേക്ക് കയറുവാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ വാതിൽ അടച്ച്, ഹല്ലേലൂയ, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ വാതിൽ അടച്ച് സൂക്ഷിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്നാൽ 8-ാം അധ്യായത്തിൽ വിടുതൽ തന്നപ്പോൾ വാതിൽ തുറക്കാൻ ദൈവം വന്നില്ല. ഹല്ലേലൂയ. അവിടെ തുറന്നത്, ഹല്ലേലൂയ, നോഹയാണ് വാതിൽ തുറന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രതിസന്ധികളൊക്കെ, ഹല്ലേലൂയ, കടന്നു പോകുമ്പോൾ അത് നമ്മെ നശിപ്പിച്ച് കളയാതെ ദൈവം തന്റെ കരം വെച്ച് അതിനെ മറയ്ക്കും. ദൈവം തന്റെ കരം വെച്ച വാതിലിനെ അടയ്ക്കും. ഹല്ലേലൂയ. എന്നാൽ ആ പ്രതിസന്ധി അത് കഴിഞ്ഞു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ആ രോഗത്തിന്റെ അവസ്ഥ കഴിഞ്ഞു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അടച്ച വാതിലിനെ, ഹല്ലേലൂയ, ദൈവം അടച്ച വാതിലിനെ തുറക്കാൻ ദൈവം വരത്തില്ല. ഹല്ലേലൂയ. പകരം ആ സർവശക്തനായ ദൈവത്തിന്റെ അധികാരം, ഹല്ലേലൂയ, ആരാണോ ആ കഷ്ടത അനുഭവിച്ചത്, ആരാണോ ആ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയത്, ആരാണോ തന്നെ അന്വേഷിച്ചത്, ഹല്ലേലൂയ, ആ പ്രതിസന്ധിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ വാക്കനുസരിക്കാൻ ആര് തയ്യാറായോ അവരുടെ മേൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സർവശക്തിയുള്ള കരത്തിന്റെ വല്ലഭത്വത്തിന്റെ സകല ശക്തിയും ആ വ്യക്തിയുടെ മേൽ കർത്താവ് പകർന്നു കൊടുക്കാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ആ പ്രതിസന്ധി, അടച്ചു വെച്ച പ്രതിസന്ധിയിൽ നിന്ന് തുറന്നു പുറത്തു വരാൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ, നാം പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിൽ, ഇവിടെ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. ഒരധികാരം, ഹല്ലേലൂയ, പ്രതിസന്ധി കഴിയുമ്പോൾ ഒരധികാരം ദൈവം നമുക്ക് നൽകാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ ഒരു മലങ്കാക്കിയെ പുറത്തേക്ക് വിട്ടു സാഹചര്യം അറിയാൻ. എന്നാൽ അത് വന്നും പോയിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. രണ്ടാമത് നോഹ പുറത്തു വിട്ടത്, ഹല്ലേലൂയ, പ്രാവിനെയാ. പ്രാവിനെ വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അത് കാല് വയ്ക്കാൻ സ്ഥലമില്ലാതെ അകത്തേക്ക് വന്നു. നമ്മുടെ പ്രതിസന്ധിയിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാകുന്ന പ്രാവിനെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ നാം സഹായത്തിനായിട്ടൊന്ന് അയക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവിനെ നാം കൂട്ടുപിടിക്കണം. ഹല്ലേലൂയ. സാഹചര്യം എന്താണെന്ന് അറിയാൻ, ഹല്ലേലൂയ, അതിന്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാക്കാൻ, ഹല്ലേലൂയ, ആ ജലപ്രളയം കുറഞ്ഞോ, വെള്ളം കുറഞ്ഞോ, ഉണങ്ങിയ നില കാണുന്നുണ്ടോ, ഹല്ലേലൂയ, എപ്പോഴാ ഞാൻ വാതിൽ തുറക്കേണ്ടത്, ഹല്ലേലൂയ, എന്നറിയാൻ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനെ നാം കൂട്ടുപിടിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ താഴെ വായിക്കുന്നു, അതേ പ്രാവ്, ഹല്ലേലൂയ, വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അതിന്റെ വായിൽ ഇതാ ഒരു പച്ച ഒലിവില. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധി 150 ദിവസവും, ഹല്ലേലൂയ, വൃക്ഷവും ഇലകളും വെള്ളത്തിനടിയിൽ കിടന്നിട്ടും അതിന്റെ നിറം മങ്ങിയില്ല, അത് ചീഞ്ഞു പോയില്ല, അതിന്റെ കളറിന് പോലും ഒരു ചേഞ്ച് വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികൾ എത്ര കഠിനമായാലും നമ്മുടെ മുഖത്തെ തേജസ് നഷ്ടപ്പെടാതെ, നമ്മുടെ കളർ മാറാതെ, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ, നമ്മുടെ സമാധാനം നഷ്ടപ്പെടാതെ, ഹല്ലേലൂയ, ആ വെള്ളത്തിനടിയിലും ആ പ്രതിസന്ധിയുടെ അടിയിലും, ഹല്ലേലൂയ, പച്ചയായി നിർത്തുന്ന ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉടബലഭ ശംതരഘടകമന ഹസ്തലഘടകബലഭ ശൈഥരാധ. എന്തുകൊണ്ടാ നാം ഇങ്ങനെ ഇരിക്കുന്നത്? പച്ചയായി, സമാധാനമായി, സന്തോഷമായി നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഹല്ലേലൂയ. കളർ പോലും മങ്ങാതെ, അതേ, ആ പ്രതിസന്ധിയുടെ നടുവിൽ, ഹല്ലേലൂയ, പ്രതിസന്ധിയിൽ മുങ്ങിക്കിടന്നപ്പോഴും നമ്മുടെ കളർ പോലും മാറാതെ, സമാധാനം നഷ്ടപ്പെടാതെ, സന്തോഷം നഷ്ടപ്പെടാതെ, നമ്മുടെ പ്രാണൻ നഷ്ടപ്പെടാതെ, പലരും ആത്മഹത്യയിലേക്ക് പോയപ്പോഴും നമ്മെ പച്ചയായി നിർത്തുന്ന ദൈവത്തിന്റെ ശക്തിക്കായി, ദൈവത്തിന്റെ സഹായത്തിനായി, ദൈവത്തിന്റെ കരുണകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്ര. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യത്തിലുള്ള ശബ്ദം നാം കേൾക്കുകയാ.
ദൈവം നോഹയോട് അരുളി ചെയ്തു, ഹല്ലേലൂയ, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവീൻ. ഹല്ലേലൂയ. അതേ പ്രതിസന്ധി കടന്നു കഴിയുമ്പോൾ, നാം വാതിൽ തുറന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമുക്ക് ആലോചന പറഞ്ഞു കഴിയുമ്പോൾ ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കും, നീ പുറത്തിറങ്ങ, ഹല്ലേലൂയ, പുറത്തിറങ്ങി വാ എന്ന് പറയുന്ന ഒരു ശബ്ദം നാം കേൾക്കും. ഹല്ലേലൂയ. അതിനുശേഷം ചില നിയമങ്ങൾ ദൈവം നമ്മോട്, ഹല്ലേലൂയ, അരുളി ചെയ്യും. ഇനി ഞാൻ നശിപ്പിക്കത്തില്ല, ഇനി അങ്ങനെ മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. ഒരു ആലോചന ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പകൽക്കാല ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നോഹ പിന്നെ ചെയ്തത് എന്തതാ? ഹല്ലേലൂയ, അവൻ അവിടെ ഇറങ്ങി ചെന്നിട്ട് യാഗമർപ്പിച്ചു. ഹല്ലേലൂയ. പുറത്തിറങ്ങുവരെന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്, ഹല്ലേലൂയ, ദൈവം ആലോചന പറഞ്ഞു കഴിഞ്ഞാൽ, വർദ്ധിപ്പിക്കുന്നവനായിരിക്കുന്ന ദൈവം നമ്മെ വർദ്ധിപ്പിക്കാൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്ലാൻ ഇടുമ്പോൾ, ഹല്ലേലൂയ, നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നാം സ്തുതിക്കണം, യാഗം അർപ്പിക്കണം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ യാഗമാക്കി വെക്കണം. ഹല്ലേലൂയ. അതേ ഒരു ഹോമയാഗത്തെ പോലെ തോലുരിച്ച് കളഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം, ഖണ്ഡമാക്കി നുറുക്കി യാഗപീഠത്തിന്റെ മേൽ വെച്ച് നമ്മെ തന്നെ ഒന്ന് യാഗമാക്കി തീർക്കണം. സ്വർഗത്തിലെ അഗ്നി നമ്മിലേക്ക് ഇറങ്ങും, അത് നമ്മെ ദഹിപ്പിക്കും. ഹല്ലേലൂയ. സൗരഭ്യ വാസനയുള്ള യാഗമായി കർത്താവ് വാസന മണുക്കും. ഹല്ലേലൂയ, സ്തോത്രം, നമ്മോടൊരു നിയമം ചെയ്യും, നമ്മുടെ തലമുറകളെ കുറിച്ച് ഒരു നിയമം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി, വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സമയം തീർന്നല്ലോ. ഹല്ലേലൂയ. നെയ്ബറുകളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം നാം കേൾക്കാറായി. ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികൾ തീരാറായി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വാതിലടച്ച് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ സൂക്ഷിച്ചെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, വാതിൽ തുറന്ന് അതേ പുറത്തു വരുന്ന, ഹല്ലേലൂയ, സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓ രാഖമ ഷൈഡ ബബ ഹത്തുലേ രഗഥന റീകൾ ഖമാന ഘടകസംദരേ ഉടൽ ഖമലബല. കഷ്ടതകൾ തീരാറായി. നമ്മുടെ കണ്ണീര് തുടയ്ക്കാൻ സമയമായി. ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സങ്കടമില്ലാത്ത ഒരു നാട്ടില് എന്റെ കർത്താവിന്റെ കൂടെ തേജസ്സേറിയ മുഖം കണ്ടിട്ട്, ഹല്ലേലൂയ, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയത്തക്കവണ്ണം, ഓ രാഖാന ഷൈഠാരികൽഖന റീബബാശംതരേ, അതേ, ഹല്ലേലൂയ, നാം കർത്താവിനോട് ചേർന്ന് അതേ, ഹല്ലേലൂയ, സ്തോത്രം, 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 പളുക നദിക്കരയില് ജീവവൃക്ഷത്തിന്റെ ഫലം ഭുജിച്ച് അതേ പ്രതിഫലം ഭാങ്ങിച്ച്, ഹല്ലേലൂയ, കർത്താവിന്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ ആഗതമായി കൊണ്ടിരിക്കുക. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട, സഹായകനായി കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, എത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വചനവുമായി നിൽപ്പാൻ ദൈവം ഞങ്ങൾ സഹായിച്ചുള്ള സഹായകനെ കൂടിയിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവമേ, സ്തോത്രം, ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രിയ ദേവദാസിയ കുടുംബത്തെ, ഹല്ലേലൂയ, തലമുറകളെ സമർപ്പിക്കുന്നു. ഇതേ ഡിവൈസിലായിരിക്കുന്ന എല്ലാവരെയും ഹല്ലേലൂയ, കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന ഞങ്ങളുടെ ദാസി എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം, ഹല്ലേലൂയ, അടിയന്റെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം വിടുതലമാക്കി തീർക്കണമേ, സന്തോഷമാക്കി തീർക്കണം, സമാധാനമാക്കി തീർക്കണം, ധൈര്യമാക്കി തീർക്കണം. ദൈവങ്ങളിലേക്ക് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എന്നെ ക്ഷണിക്കുകയും ഇതിനൊരു അവസരം വചനം ശുശ്രൂഷിപ്പാൻ അവസരം നൽകുകയും ചെയ്ത പ്രിയതായി ദൈവദാസിയോടും പ്രത്യേകാൽ, ഹല്ലേലൂയ, ബ്രേസർ അതേ മലയാളം ഫെലോഷിപ്പ് ചർച്ചിനോടുമുള്ള ഹല്ലേലൂയ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടിയന്റെ ശുശ്രൂഷകളെ അടിയനെ ഓർത്തും ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ.